അയോധ്യ കേസിൽ ഇന്ന് വിശദമായ വാദം കേൾക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ്. അന്തിമവാദത്തിന്റെ തീയതിയും സമയവും മാത്രമേ ഇന്ന് നിശ്ചയിക്കൂവെന്നും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്. സുപ്രീംകോടതി വളപ്പിൽ വൻ സുരക്ഷാ സന്നാഹം. വിവരങ്ങളുമായി ഹരീഷ് ചേരുന്നുണ്ട്. ഹരീഷ്, വളരെ സുപ്രധാനമായ വാർത്തയാണ്. ഒരുപക്ഷെ മാധ്യമങ്ങളും രാജ്യമാകെയും വീണ്ടും ചർച്ച ചെയ്യുന്നു അയോധ്യ. വിശദാംശങ്ങൾ എന്താണ്? 1997 അവര് കേസുമായി ബന്ധപ്പെട്ട്, അയോധ്യയുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് യു ലളിത്, അതായത് ഇപ്പോഴത്തെ ജസ്റ്റിസ് ഈ ഭരണഘടനാ ബെഞ്ചിലുള്ള യു ലളിത് അന്ന് അഭിഭാഷകനായിരുന്നു. അദ്ദേഹം ഈ കേസിൽ, അയോധ്യ കേസുമായി ബന്ധപ്പെട്ട ഒരു കേസ് 1997 കല്യാൺ സിംഗിന് വേണ്ടി, അതായത് യു.പിയിലെ മുൻ മുഖ്യമന്ത്രിയായ കല്യാൺ സിംഗിന് വേണ്ടി കോടതിയിൽ ഹാജരായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഭരണഘടനാ ബെഞ്ചിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യമാണ് രാജീവ് ദിവാൻ, സുന്നി വഖഫ് ബോർഡിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ യു ലളിത് മാറാൻ സന്നദ്ധത അറിയിച്ചു. തുടർന്ന് അദ്ദേഹം പിന്മാറി. അതോടുകൂടി തന്നെ ഭരണഘടനാ ബെഞ്ച് മാറ്റേണ്ട സാഹചര്യം വന്നു. അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിലെ യു ലളിത് എന്ന ജസ്റ്റിസ് മാറിയിരിക്കുന്നു. അതോടുകൂടി തന്നെ കേസ് വീണ്ടും മാറ്റിവെച്ചിരിക്കുകയാണ്. ജനുവരി 29 പുതിയ ബെഞ്ചോടുകൂടി തന്നെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് പുനഃസ്ഥാപിച്ചുകൊണ്ട് തന്നെ ജനുവരി 29 വീണ്ടും പരിഗണിക്കുമെന്നാണ് ഇപ്പോൾ കോടതി ചീഫ് ജസ്റ്റിസ് ഉത്തരവിട്ടിരിക്കുന്നത്. യു ലളിതിന് പുറമെ ചീഫ് ജസ്റ്റിസ്, അതുപോലെ തന്നെ HS ബോബ്ഡെ, അതുപോലെ തന്നെ DY ചന്ദ്രചൂഡ്, NB രമണ എന്നിങ്ങനെ 5 പേരായിരുന്നു. അതായത് യു ലളിത് പിന്മാറിയിരിക്കുകയാണ്. കാരണം ഈ യു ലളിത് പിന്മാറിയതോടുകൂടി തന്നെ ഇന്ന് കേസിന്റെ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി സാധിക്കില്ല. അയോധ്യ കേസ് എന്ന് വാദം കേൾക്കണമോ, അന്തിമമായി വാദം കേൾക്കണമോ, അതിന്റെ സമയം തീയതി നിശ്ചയിക്കും എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ചേരുകയുള്ളൂ എന്ന്, ഇന്ന് തീരുമാനിക്കുകയുള്ളൂ എന്ന് ചീഫ് ജസ്റ്റിസ് ആദ്യം തന്നെ വ്യക്തമാക്കിയിരുന്നു. 10:30 കൂടി അദ്ദേഹം അത് വ്യക്തമാക്കി. പക്ഷെ എന്തായാലും അത് യു ലളിതിന്റെ ഒരു പ്രശ്നം പ്രധാനമായി ചൂണ്ടിക്കാണിച്ച അടിസ്ഥാനത്തിൽ, രാജീവ് ധവാൻ ചൂണ്ടിക്കാണിച്ച അടിസ്ഥാനത്തിൽ ആ കേസ് മാറ്റേണ്ട സാഹചര്യം വന്നു. എന്തായാലും അയോധ്യ കേസ് ജനുവരി 29 മാറ്റിവെച്ചിരിക്കുകയാണ്. എന്തായാലും ലളിതിനെ തീരുമാനിക്കാം എന്നുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ ഈ വിഷയത്തിൽ മാറണമെങ്കിൽ യു ലളിത് തീരുമാനിക്കാം, ജസ്റ്റിസിന് മാറാൻ തീരുമാനമെടുക്കാമെന്നെല്ലാം രാജീവ് ധവാൻ ചൂണ്ടിക്കാണിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ സന്നദ്ധത അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മാറിയതും. നിലവിൽ എന്തായാലും അയോധ്യ കേസ് ജനുവരി 29 മാറ്റിവെച്ചിരിക്കുകയാണ്. നിലവിൽ 15 ഹർജികളും, 15 അലഹബാദ് ഹൈക്കോടതി 2010 തർക്കഭൂമി 3 വിഭജിച്ച് നൽകിയ അലഹബാദ് ഹൈക്കോടതി വിധിക്കെതിരെയുള്ള 15 ഹർജികളും, അതോടൊപ്പം തന്നെ ഒരു റിട്ട് ഹർജി, അതായത് അയോധ്യ രാമക്ഷേത്രം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ അത് ബുദ്ധക്ഷേത്രമാണെന്ന് ചൂണ്ടിക്കാണിച്ചു ഒരു റിട്ട് ഹർജി അടക്കമുള്ള 16 ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. ആ ഹർജികളെല്ലാം തന്നെ എന്ന് പരിഗണിക്കണം. അത് അന്തിമമായി വാദം കേൾക്കണം എന്നുള്ള കാര്യങ്ങൾ തന്നെ ഇന്ന് തീരുമാനമായില്ല. അതെന്തായാലും അടുത്ത വാദമായി ജനുവരി 29 അത് തീരുമാനമാവുള്ളൂ. അയോധ്യ കേസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നിലവിൽ ഇന്ത്യൻ രാഷ്ട്രീയം ഒറ്റുനോക്കുന്ന ഒരു കേസ് തന്നെയാണ്. BJP അതുപോലെ സംഘപരിവാർ സംഘടനകളും BJPയുടെ കേന്ദ്രമന്ത്രികളടക്കം അയോധ്യയിൽ വാദം ഉടനെത്തി കേൾക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സജീവമായി രംഗത്ത് വന്നിരുന്നു. അതിന്റെ ഒരു പശ്ചാത്തലം കൂടിയുള്ള സമയത്താണ് അയോധ്യ കേസ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ എത്തിയത്. എന്താ ജനുവരി 29 എന്തൊരു വാദം കേൾക്കും. പക്ഷെ ജനുവരി 29 മുമ്പാകെ തന്നെ പുതിയ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ശേഷം അതിന് ചെയ്തെങ്കിലും, പക്ഷെ 29 വാദം എന്ന് കേൾക്കും എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അന്ന് പരിഗണിക്കുമോ എന്നുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് ഉറപ്പ് പറയാൻ വേണ്ടി സാധിക്കില്ല. എന്ന് പരിഗണിക്കാൻ അല്ലെങ്കിൽ എപ്പോൾ വാദം കേൾക്കണം എന്നുള്ള കാര്യങ്ങളിൽ തന്നെ ഇന്ന് വ്യക്തമാക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് ആദ്യമേ വ്യക്തമാക്കിയിരുന്നു. പക്ഷെ അതൊന്നും തന്നെ നടന്നില്ല. എന്തായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു കേസ് തന്നെയാണ് അയോധ്യ കേസ്. അയോധ്യ കേസിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അടുത്തൊരു വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചാണ് BJP ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്ന് ശ്രദ്ധേയപരമായ കാര്യം തന്നെ. എന്തായാലും ശിവസേനയും സംഘപരിവാർ സംഘടനകളും BHP അടക്കമുള്ള എല്ലാ സംഘടനകളും വ്യക്തമാക്കിയിട്ട് അയോധ്യ കേസ് തീരുമാനമാവാതെ ഒരു തരത്തിലും BJPയുമായി സഹകരിക്കില്ലെന്ന് വ്യക്തമാക്കുന്നു. NDA കക്ഷിയായ ഈ പറഞ്ഞ ശിവസേന അടക്കമുള്ളവർ തന്നെ ഇങ്ങനെ നിലപാട് സ്വീകരിച്ചത് BJP കനത്ത തലവേദനയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് അടക്കം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ശബരിമല വിഷയത്തിൽ ഇത്രയും പെട്ടെന്ന് വാദം കേട്ട കോടതി ഉടനെ തന്നെ വിധി പറയുന്നു, തുടർച്ചയായി തന്നെ വാദം കേൾക്കുന്നു. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇത്രയും വർഷമുള്ള അയോധ്യ കേസ് വിധി പറയാത്തുന്നത് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അപ്പൊ ഇതിനെതിരെ മുസ്ലിം വ്യക്തി നിയമ ബോർഡിലടക്കം രംഗത്ത് വന്നിരുന്നു. കാരണം ഒരു കേന്ദ്ര നിയമമന്ത്രി അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രി ആയിരിക്കുന്ന വ്യക്തികളടക്കം തന്നെ അയോധ്യ കേസ് ഒരു ഹിന്ദുമത വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ഹിന്ദുമതത്തിന് വേണ്ടി തന്നെ ഇങ്ങനെ സജീവമായി രംഗത്ത് വരുന്നത് ശരിയായ നടപടിയെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ മുസ്ലിം വ്യക്തി നിയമ ബോർഡടക്കം രംഗത്ത് വന്നത്. എന്തായാലും കൂടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമുള്ള കേസ് തന്നെയാണ് അയോധ്യ കേസ്. അയോധ്യ കേസ് ജനുവരി 29 വീണ്ടും പരിഗണിക്കും. ആനന്ദ്. ഹരീഷ്, ഏതായാലും ഹരീഷ് ഇപ്പോൾ ആവർത്തിച്ച് പറഞ്ഞതുപോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാനങ്ങളാണ് അയോധ്യ കേസുമായി ബന്ധപ്പെട്ടുള്ളത്. ഇപ്പോൾ ജസ്റ്റിസ് യു ലളിതിന്റെ പിന്മാറ്റം സുന്നി വഖഫ് ബോർഡിന്റെ പരാതി ഒരു ആശങ്ക ഉയർന്നതിന്റെ ഭാഗമായി തന്നെയല്ലേ? അത്തരം വിശദാംശങ്ങൾ കൂടി ലഭ്യമാണോ ഈ ഘട്ടത്തിൽ? തീർച്ചയായും ബെഞ്ച് 29 പരിഗണിക്കൂ എന്ന് പറഞ്ഞ് ബെഞ്ച് പിരിഞ്ഞിരിക്കുന്നു. കാരണം ഇത് വ്യക്തമായി തന്നെ ആദ്യമേ ഈ വിഷയത്തിൽ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വ്യക്തമാക്കിയിരിക്കുന്നു, ഇന്ന് ബെഞ്ച് വാദം കേൾക്കുന്നതല്ല. കാരണം 15 ഹർജികളും അതുപോലെ റിട്ട് ഹർജിയുമുണ്ട്. അതിൽ തന്നെ ഒന്നിനും വാദം കേൾക്കുന്നില്ല. എന്ന് വാദം കേൾക്കണം, അത് അന്തിമ വാദം കേൾക്കണമോ അല്ലെങ്കിൽ അതിന്റെ സമയം തീയതി പ്രഖ്യാപിക്കാൻ മാത്രമേ ഇന്ന് ചെയ്യുകയുള്ളൂ എന്നാണ് ചീഫ് ജസ്റ്റിസ് ആദ്യമേ ഇന്ന് ബെഞ്ച് ചേർന്ന സമയം തന്നെ 10:30 കൂടി തന്നെ വ്യക്തമാക്കിയത്. എന്നാൽ തുടർന്ന് അതിന് തൊട്ടുപിറകെ തന്നെയായിരുന്നു സുന്നി വഖഫ് ബോർഡിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ രാജീവ് ധവാൻ
ഈ വിഷയം പ്രധാനമായി തന്നെ ചൂണ്ടിക്കാണിച്ചത്. കാരണം യു ലളിത്, ഈ ബെഞ്ചിലിരിക്കുന്ന 5 അംഗ ബെഞ്ചിലെ യു ലളിത് എന്ന ജസ്റ്റിസ് ഈ വിഷയത്തിൽ കല്യാൺ സിംഗിന് വേണ്ടി 1997 ഹാജരായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾ ഈ ബെഞ്ചിൽ ഇരിക്കുന്നത് ശരിയായ നടപടിയല്ല. അത് പക്ഷേ അതിലൊരു അന്തിമ തീരുമാനം ജസ്റ്റിസ് യു ലളിതിന് തന്നെ കൈക്കൊള്ളാം എന്നൊരു നിർദ്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അതിനിടയ്ക്ക് ഹരീഷ് സാൽവെ അഭിഭാഷകൻ പറഞ്ഞു അദ്ദേഹം അദ്ദേഹം ഈ കേസിന്റെ ബെഞ്ചിൽ അംഗമാവുന്നത് തെറ്റില്ല എന്ന് ഹരീഷ് സാൽവെ ചൂണ്ടിക്കാണിച്ചെങ്കിലും പക്ഷെ വ്യക്തമായി തന്നെ ആ വിഷയത്തിൽ യു ലളിത് പിന്മാറുള്ള സന്നദ്ധത അദ്ദേഹം കാണിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പിന്മാറിയത്. തുടർന്നാണ് ബെഞ്ച് മാറ്റേണ്ട ഒരു സാഹചര്യം വന്നത്. 5 അംഗ ബെഞ്ചിൽ തന്നെ ഒരാൾ മാറിയ സാഹചര്യത്തിൽ 4 പേർ മാത്രമേ ഇപ്പോഴുള്ളൂ. അപ്പോൾ പുതിയൊരു അംഗത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എന്തായാലും കേസ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഇതിന്റെ വസ്തുത. അതുകൊണ്ട് തന്നെ 29-ന് മുമ്പാകെ തന്നെ ഒരാളെ കൂടി അംഗീകരിച്ചുകൊണ്ട് ഒരാളെ കൂടി ബെഞ്ചിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് തന്നെ 5 അംഗ ബെഞ്ച് പുനഃസ്ഥാപിക്കും. അതിനുശേഷം തന്നെയായിരിക്കും വാദ നടപടികളെല്ലാം തന്നെ പുരോഗമിക്കുക. എന്നാൽ 29-ന് അന്തിമവാദം കേൾക്കുമോ അല്ലെങ്കിൽ മറ്റു നടപടി സ്വീകരിക്കുമോ എന്നുള്ള കാര്യം തന്നെ ഒന്നും വ്യക്തമല്ല. അത് കോടതി അന്ന് 29-നായിരിക്കും തീരുമാനിക്കും. പക്ഷേ എന്താ അയോധ്യ കേസിൽ തന്നെ അടിയന്തരമായി വാദം കേൾക്കുന്ന ആവശ്യം പ്രധാനമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഹിന്ദുമത സംഘടനകളായ സംഘപരിവാർ സംഘടനകളായ ഈ ശിവസേന, VHP അടക്കമുള്ള സംഘടനകളാണ്. അതിൽ തന്നെ വേണ്ടിയാണ് BJP അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരും ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും അയോധ്യ കേസ് ഭരണഘടനാ ബെഞ്ചിന് മുൻപാകെ ലിസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം ചീഫ് ജസ്റ്റിസിന്റെ അധികാരങ്ങൾ ഉപയോഗിച്ചുള്ളതാണ് രഞ്ജൻ ഗൊഗോയ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. കാരണം ഈ വിഷയത്തിൽ ഇതിനു മുന്നേ 3 അംഗ ബെഞ്ച് ദീപക് മിശ്ര ജസ്റ്റിസ് ആയിരുന്ന സമയത്ത് ഈ കേസ് പരിഗണിച്ച സമയത്ത് അദ്ദേഹം ഇതിലെ 3 അംഗ ബെഞ്ച് പരിഗണിച്ചാൽ മതി, 5 അംഗ ബെഞ്ചിന് വരേണ്ട ഭരണഘടനാ ബെഞ്ചിന് വരേണ്ട സാധ്യതയില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷെ അതിനെ മറികടന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് കഴിഞ്ഞ ദിവസം ഈ ബെഞ്ച് 5 അംഗ ബെഞ്ചിന് വരാനുള്ള തീരുമാനമെടുത്തത്. പക്ഷേ അതിനെതിരെ കുറെ വിവാദങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നെങ്കിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു അതൊരു ചീഫ് ജസ്റ്റിസിന്റെ അധികാര പരിധി ഉപയോഗിച്ചുള്ളത് കൊണ്ട് തന്നെയാണ് അത് മാത്രമേ താൻ ചെയ്തിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ 3 അംഗ ബെഞ്ചിന്റെ വിധി താൻ മറികടന്നു എന്നുള്ളത് അല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. എന്തായാലും അയോധ്യ കേസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പ്രധാന ഒരു വലിയ വിഷയം തന്നെയാണ്. എന്തായാലും അത് 29-ാം തീയതി എന്ത് തീരുമാനം അയോധ്യ കേസുമായി ബന്ധപ്പെട്ട് അടുത്ത ഒരു നടപടി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കൂ. ആനന്ദ്, ഏതായാലും ഹരീഷ് നൽകിയ സൂചനകൾ വ്യക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ കോടതി എങ്ങനെ കൈക്കൊള്ളും എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഇപ്പോഴും കൃത്യമായ സൂചനകൾ ലഭ്യമല്ല. ഏതായാലും ജനുവരി 29-ന് കേസിന്റെ അന്തിമവാദം കേൾക്കാനുള്ള ആരംഭമോ തുടക്കമോ അങ്ങനെ തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താനുമാകും. ഏതായാലും നിർണായകമായ കാര്യങ്ങളാണ് ഹരീഷ് ഇപ്പോൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 5 അംഗ ബെഞ്ച് തന്നെ ഈ കാര്യം പരിശോധിക്കുമെന്ന നിലയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. അത് വളരെ നിർണായകമാണ്. ഇക്കാര്യത്തിൽ ഹരീഷ് തന്നെ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് കേന്ദ്രമന്ത്രിമാരായ ആളുകൾ ഭരണഘടനയ്ക്ക് അപ്പുറത്തേക്ക് ഒരു ഹിന്ദു രാഷ്ട്രമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ പലപ്പോഴും തുറന്ന സമൂഹത്തിൽ തന്നെ രാമക്ഷേത്രം അനിവാര്യമാണ്, ഇനി അതില്ലാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന് പറയുന്ന ഘട്ടമുണ്ട്. അതൊക്കെ വളരെ നിർണായകമായി ഈ ഘട്ടത്തിൽ ഭരണഘടനാ ബെഞ്ചിന് മുന്നിൽ വലിയ വെല്ലുവിളിയും പരിശോധനയുമായി വരില്ലേ? തീർച്ചയായും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം ആദ്യമായി ഇതിൽ സജീവമായി തന്നെ ഹിന്ദു ധർമ്മസഭ എന്ന നേതൃത്വത്തിൽ ശിവസേനയായിരുന്നു അയോധ്യയിൽ ചെന്ന് അവിടെ ധർമ്മസഭ എന്ന നേതൃത്വത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ജീവിക്കുന്ന അയോധ്യയുമായി പരിസര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന പല മുസ്ലിം കുടുംബങ്ങളും മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ദേശീയ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ വലിയൊരു വിഷയം തന്നെ ഇതിന് പിറകിലുണ്ട്. കാരണം ഇത്രയും കൂടുതൽ വ്യക്തികൾ അല്ലെങ്കിൽ ശിവസേനയായാലും എന്തു ആൾക്കാരായാലും ഒരു മതത്തിന്റെ പേരിൽ തന്നെ സംഘടിക്കുന്ന സാഹചര്യം വരുമ്പോൾ അവർക്ക് അവിടെ നിന്ന് മാറി താമസിക്കേണ്ട സാഹചര്യം വരും. കാരണം അവർക്ക് അവരുടെ ജീവനിൽ ഭയം ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് മുസ്ലിം മതവിശ്വാസികളെല്ലാം തന്നെ അവിടെ മാറി താമസിച്ചിരുന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. പക്ഷെ അതിന് തൊട്ടുപിറകെ തന്നെ VHP ശിവസേനയ്ക്ക് ശേഷം VHP ആണ് സജീവമായി രംഗത്ത് വന്നത്. VHP അതിന്റെ അടിസ്ഥാനത്തിൽ ദില്ലിയിലെ രാംലീല മൈതാനിലെ ഒരു ദിവസത്തെ മഹാസഭ സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ തന്നെ പുറത്തുനിന്നും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകളെ എത്തിച്ചുകൊണ്ട് തന്നെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചതും. അതിന്റെ 2 ദിവസങ്ങൾക്ക് മുന്നേ തന്നെയായിരുന്നു നിലവിൽ RSS സജീവമായി തന്നെ അയോധ്യ വിഷയമായി മുന്നോട്ട് വന്നത്. അന്ന് അവർ ഇതിന്റെ സങ്കല്പ രഥയാത്ര എന്നൊരു പരിപാടി ദില്ലിയിൽ 10 ദിവസം സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ പല സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വം നടക്കുന്ന പരിപാടി BJPയെ വലിയ തോതിൽ രാഷ്ട്രീയമായി സമ്മർദ്ദത്തിലാക്കിയിരുന്നു. കാരണം ഇതിൽ വലിയൊരു വിഷയം 2014 മോദി സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ പ്രധാനമായി തന്നെ ചൂണ്ടിക്കാണിച്ച വിഷയം അയോധ്യ രാമക്ഷേത്ര നിർമ്മാണമാണ്. അത് വെച്ചായിരുന്നു അദ്ദേഹം വോട്ട് പിടിച്ചത് എന്നെല്ലാം തന്നെ ഈ പറഞ്ഞ BJP ശിവസേന അടക്കമുള്ള മറ്റു നേതാക്കൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം ഈ 4.5 വർഷത്തെ അധികാരത്തിലിരുന്ന സമയത്ത് അദ്ദേഹം
ഇതിനു വേണ്ടി രാമക്ഷേത്രത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് NDAയുമായി ഒരു സഹകരണമില്ലെന്ന് ആദ്യമേ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ശിവസേന മഹാരാഷ്ട്രയിലെ കണക്കുകൾ നമ്മൾ വ്യക്തമായി തന്നെ നമ്മൾ നോക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ തന്നെ BJPയുടെ ഇന്റേണൽ സർവേ, അവരുടെ ഉള്ളിൽ തന്നെ അവർ നടത്തിയ സർവേ പ്രകാരം BJPക്ക് ഇത്തവണ 18 സീറ്റുകൾ മാത്രമേ ലഭിക്കൂ എന്ന് വ്യക്തമാവുന്നു. അതേസമയം കോൺഗ്രസ് NCP സഖ്യത്തിന് 20 മുതൽ 22 സീറ്റുകൾ വരെ ലഭിക്കുമെന്നുള്ള അവരുടെ സർവേ തന്നെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് നേരെ ശിവസേനയ്ക്ക് 3 മുതൽ 5 സീറ്റ് വരെ മാത്രമേ ലഭിക്കുന്ന പശ്ചാത്തലം ഉണ്ട് എന്ന് അവർ ചൂണ്ടിക്കാണിച്ചു. അതായത് ഈ ശിവസേന ഒരു തരത്തിൽ BJPക്ക് ഒപ്പം നിന്നില്ലെങ്കിൽ ശിവസേനയ്ക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. പക്ഷെ എന്നാലും ഒരു തരത്തിലും BJPയുമായി സഖ്യമില്ലെന്ന് ശിവസേന ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ വലിയ രാഷ്ട്രീയ സമ്മർദ്ദം ഈ കേസിലുണ്ട് എന്നുള്ളത് ശരിയാണ്. ആ സാഹചര്യത്തിലാണ് സുപ്രീം കോടതി മുമ്പാകെ ഈ കേസ് പരിഗണിക്ക് വന്നിരിക്കുന്നത്. ഹരീഷ് സൂചിപ്പിച്ച ആ സമ്മർദ്ദം വളരെ പ്രസക്തമാണ് ഈ ഘട്ടത്തിൽ. നമുക്കറിയാം, ഇന്ത്യയുടെ പരമോന്നതമായ പല സംവിധാനങ്ങളെയും ബോഡികളെയും ഭരണസ്വാധീനം കൊണ്ട് അട്ടിമറിക്കാനുള്ള ചില ശ്രമങ്ങൾ നടന്നിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ CBI ഡയറക്ടറെ തിരികെ നിയമിക്കണമെന്ന് സുപ്രീം കോടതി ഒരു സുപ്രധാനമായ തീരുമാനമെടുത്തിരുന്നു. ഈ ഘട്ടത്തിലൊക്കെ ഹരീഷ് സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ സമ്മർദ്ദം കോടതിക്ക് മേലും ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം അത് നമ്മൾ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് പറയുന്നതല്ല, ആ സാഹചര്യങ്ങളെ നമ്മുടെ പരമോന്നത കോടതി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അഭിമുഖീകരിക്കുന്നുമുണ്ട്. ഇപ്പോൾ ഈ ഭരണഘടനാ ബെഞ്ച് പുനർസംഘടിപ്പിക്കേണ്ടിയും വരുന്നു UU ലളിത് പിന്മാറുന്നതോടുകൂടി. ഈ കാര്യങ്ങളെ സമർത്ഥമായി അതിജീവിക്കാൻ നിയമപരമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വലിയ ജാഗ്രത സുപ്രീം കോടതി കാര്യത്തിൽ എടുക്കേണ്ടി വരില്ലേ? തീർച്ചയായും സുപ്രീം കോടതി എന്ത് നിലപാട് സ്വീകരിക്കുന്നത് വലിയ വിഷയം തന്നെ. പക്ഷെ ഇതിൽ തന്നെ സുപ്രീം കോടതി ഒരു തീരുമാനം എടുക്കട്ടെ, അതിനുശേഷം സുപ്രീം കോടതി വിധി വരട്ടെ, അതിനുശേഷം ഒരു ഓർഡിനൻസിന്റെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാം എന്നൊരു കാര്യമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി 1 തീയതി 2019 ജനുവരി 1 തീയതി ANAക്ക് കൊടുത്ത മണിക്കൂറുകൾ നീണ്ടിരുന്ന ഒരു അവരുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ അവർക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. അപ്പോൾ എന്തായാലും അന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓർഡിനൻസ് തള്ളുമെന്നൊരു കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷെ ഓർഡിനൻസുമായുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ സുപ്രീം കോടതി വിധി വരട്ടെ എന്നൊരു കാര്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അപ്പൊ അത് തന്നെ ഒരു BJPയുടെ വ്യക്തമായ വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ഒരു ഓർഡിനൻസിനെ തള്ളുന്നില്ല. കാരണം ഈ വിഷയത്തിൽ രവിശങ്കർ പ്രസാദ് ഒക്കെ ഉള്ള ഒരു കേന്ദ്ര നിയമമന്ത്രി പോലും ശബരിമല കേസ് ഇത്രയും പെട്ടെന്ന് വാദം കേട്ടു, പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് വാദം കേൾക്കാത്തത് എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ച് രംഗത്ത് വരുമ്പോൾ ഇന്ത്യ ഒരു മതേതരത്വ രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിൽ നിന്നുകൊണ്ടാണ് അതിന്റെ ഒരു കേന്ദ്ര മന്ത്രിയാണ് ഇങ്ങനെ നിലപാട് സ്വീകരിച്ചത് എന്നൊരു ഏറ്റവും ലജ്ജാകരമായ കാര്യം തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടി വരും. ആ വിഷയം അദ്ദേഹം പറയുന്ന ഒരു അഭിഭാഷക സംഘടനയായ ഒരു അസോസിയേഷനുമായി ബന്ധപ്പെട്ട പരിപാടിക്കിടെയായിരുന്നു അദ്ദേഹം കാര്യം വ്യക്തമാക്കിയത്. അതായത് ഹിന്ദുമത സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു അഭിഭാഷക സംഘടനയുടെ പരിപാടി വെച്ചാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ആ സമയത്ത് സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്ന അഭിവരി ജസ്റ്റിസ് MR ഷാ ആണെന്ന് എന്റെ ഓർമ്മ. MR ഷാ അതുപോലെ തന്നെ അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എല്ലാം തന്നെ ആ വേദിയിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ നിലപാട് സ്വീകരിച്ചത്. അപ്പോൾ ഒരു ശരിയായ നടപടിയല്ല. കാരണം ഒരു കേന്ദ്ര നിയമമന്ത്രി പോലും ഇങ്ങനെ നിലപാട് സ്വീകരിക്കുമ്പോൾ ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ മതേതരത്വ സ്വഭാവം ഇല്ലാതാവുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ അങ്ങനെയുള്ള പല പശ്ചാത്തലങ്ങളുള്ള സമയത്താണ് അയോധ്യ കേസ് സുപ്രീം കോടതിയുടെ പരിഗണന എത്തുന്നതും. സുപ്രീം കോടതി പരിഗണനയ്ക്ക് എത്തുമ്പോൾ ഇതിനു മുന്നേ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായിരുന്ന സമയത്ത്, അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സമയത്ത് തന്നെ ഈ കേസ് സുന്നി വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട കേസ് അയോധ്യ കേസ് കോടതിയിലുള്ള സമയത്ത് ആ വിഷയത്തിൽ ഒരു ഭരണഘടനാ ബെഞ്ചിൽ വിടേണ്ട സാധ്യതയില്ല. കാരണം അങ്ങനെ വിടേണ്ട സാഹചര്യം ഇല്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം ആ ഹർജി തള്ളുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അയോധ്യ തർക്കഭൂമി കേസ് ഭരണഘടനാ ബെഞ്ചിന് വിടണമെന്നായിരുന്നു സുന്നി വഖഫ് ബോർഡ് ഉൾപ്പെടെ കേസിൽ ചില പ്രധാനപ്പെട്ട കക്ഷികൾ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇതൊരു സിവിൽ തർക്കമാണെന്നും ഇതിൽ ഭരണഘടനാ വിഷയങ്ങൾ ഇല്ല എന്ന നിലപാടായിരുന്നു മുൻ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ നേതൃത്വത്തിലുള്ള 3-അംഗ ബെഞ്ച് എടുത്ത നിലപാട്. ഇതിന് പുറമെ ഇസ്ലാം മത വിശ്വാസികൾക്ക് ആരാധനയ്ക്ക് പള്ളി അനിവാര്യമല്ല എന്ന ഇസ്മയിൽ ഫറൂഖി കേസിലെ ഭരണഘടനാ ബെഞ്ച് വിധി ഉയർന്ന ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടേണ്ട സാഹചര്യമില്ലെന്നും ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷയുള്ള ബെഞ്ച് വിധിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഈ നിലപാടുകളെല്ലാം ദീപക് മിശ്ര സ്വീകരിച്ച സമയത്താണ് ഈ പറഞ്ഞ ഭരണഘടനാ ബെഞ്ചിന് വിട്ടുകൊണ്ട് തന്നെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് വേണ്ടി വിടുന്നു. മുൻ ചീഫ് ജസ്റ്റിസ് ഭരണഘടനാ ബെഞ്ച് വേണ്ട സാധ്യതയില്ലെന്ന് പറഞ്ഞു. പക്ഷെ എന്തായാലും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ഇന്ന് രാവിലെ 10:30 കൂടി തന്നെ ബെഞ്ച് ഇരുന്നപ്പോൾ തന്നെ 5-അംഗ ബെഞ്ച് കേസ് പരിഗണിക്കാൻ വേണ്ടി ഇരുന്ന സാഹചര്യം അദ്ദേഹം വ്യക്തമാക്കി ഇത് താൻ 3-അംഗ ബെഞ്ചിന്റെ വിധി മറികടന്നതല്ല. ഒരു ബെഞ്ച് 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിടണോ അല്ലെങ്കിൽ അത് ആ നടപടികളെല്ലാം തന്നെ ഒരു ചീഫ് ജസ്റ്റിസിന്റെ അധികാര പരിധി വരുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് താൻ 5-അംഗ ബെഞ്ചിന് വിട്ടതെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നത്. പക്ഷെ എന്തായാലും ഇത് 5-അംഗ ബെഞ്ചിന് പോയാലും അത് ഒരു ശക്തമായ രീതിയിൽ ഇന്ത്യൻ മതേതരത്വം നിലനിർത്തുന്ന ഒരു വിധി തന്നെ സുപ്രീം കോടതി നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ എന്തായാലും ആ വിഷയത്തിൽ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ വേണം നമുക്ക് തീരുമാനിക്കാം ഓർഡിനൻസ് എന്നുള്ള നിലപാടാണ് മോദി കഴിഞ്ഞ ദിവസം നടന്ന അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് വ്യക്തമാവുന്നുണ്ട്. കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ ഇപ്രാവശ്യം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ
മുന്നിൽ കാണാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. അതിനു വേണ്ട നടപടികളാണ് അവർ സ്വീകരിക്കുന്നതും. അത് തന്നെയാണ് ഇതിന്റെ വലിയ രാഷ്ട്രീയവും. അപ്പോൾ എന്താണ് ജനുവരി 29 5-അംഗ ബെഞ്ച് വീണ്ടും പുനഃസ്ഥാപിച്ചുകൊണ്ട് തന്നെ ഒരാളുടെ ഒഴിവിലേക്ക് മറ്റൊരു ചീഫ് ജസ്റ്റിസിനെ പരിഗണിച്ചുകൊണ്ട് തന്നെ 29 അന്തിമവാദം കേൾക്കുമോ അല്ലെങ്കിൽ അന്തിമവാദത്തെ നിശ്ചയിക്കുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വീണ്ടും പരിഗണിക്കേണ്ടി വരും. എന്തായാലും ആ കാര്യങ്ങളിൽ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് വലിയ രീതിയിൽ തന്നെ പ്രത്യാഘാതങ്ങളും അതുപോലെ നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടാക്കുന്ന ഒരു വിധി തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആനന്ദ്, ഹരീഷ്, ഏതായാലും ഈ നിയമപരമായി കൂടി പരിശോധിക്കുകയാണെങ്കിൽ അലഹബാദ് ഹൈക്കോടതിയുടെ ഈ കേസിലെ വിധിയെ സംബന്ധിച്ച് വൈകാരികമായും പോസിറ്റീവായും നെഗറ്റീവായും ഒക്കെ ആ ഘട്ടത്തിൽ ചർച്ചകളും പ്രതികരണങ്ങളും ഉണ്ടായതാണ്. ഏതായാലും ഭരണഘടനാ ബെഞ്ച് ഇത് പരിശോധിക്കുമ്പോൾ നിയമപരമായ അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവിനെ അടിമുടി പുനർപരിശോധിക്കും എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാം. തീർച്ചയായും 2010 അലഹബാദ് ഹൈക്കോടതി വിധിക്കെതിരെയുള്ള 15 ഹർജികളും ആ ഹർജികൾ ആ വിധി പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെട്ട 15 ഹർജികളും അതുപോലെ തന്നെ അയോധ്യ തർക്ക ഭൂമി പണ്ട് ബുദ്ധ ക്ഷേത്രമായിരുന്നു എന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റിട്ടുമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയുള്ളത്. അങ്ങനെ മൊത്തം 16 എണ്ണം ഉണ്ട് കോടതിയുടെ പരിഗണനയിൽ. അത് 16 എണ്ണത്തിന് എന്ന് വാദം കേൾക്കണം, അത് അന്തിമ വാദം കേൾക്കണോ എന്നിങ്ങനെ നിലപാടുകളെല്ലാം തന്നെ ഈ പറഞ്ഞ ജനുവരി 29 ആയിരിക്കും തീരുമാനിക്കുക. അലഹബാദ് ഹൈക്കോടതി വിധി പ്രകാരം 2010 വിധി പ്രകാരം 2.7 ഏക്കർ ഭൂമി തർക്കഭൂമി 3 വിഭജിച്ച് നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായിരുന്നു അന്നത്തെ വിധി പ്രസ്താവം. അതിൽ തന്നെ വ്യക്തമായി തന്നെ രാംലീല വിരാജുമാൻ അതുപോലെ തന്നെ സുന്നി ഭഗപ്പൂർ എന്നിങ്ങനെ 3 പേർക്കായിരുന്നു വീതിച്ച് നൽകിയത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ആ വീതിച്ച് നൽകിയ നടപടി ശരിയല്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ ഉത്തരവിനെതിരെ തന്നെയുള്ള പുനഃപരിശോധന അല്ലെങ്കിൽ അതിനെതിരെയുള്ള ഹർജികളാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ആ ഹർജികളാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നതും. അന്ന് 3 തന്നെ 2.7 ഏക്കർ തർക്കഭൂമി 3 വിഭജിച്ച് നൽകാനായിരുന്നു അന്ന് അലഹബാദ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നത്. ആ സാഹചര്യത്തിന് മറികടന്നുകൊണ്ട് തന്നെ അതൊരു വലിയ വിഷയമാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. പക്ഷേ ആ വിഷയത്തിൽ ഇനി ജനുവരി 29 കോടതി എന്ത് തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ആനന്ദ്, ജനുവരി 29 മുൻപ് എല്ലാ രേഖകളും സമർപ്പിക്കണം എന്നുകൂടി ഒരു നിർണായകമായ നിരീക്ഷണം ഉപദേശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതായത് ഹരീഷ്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അലഹബാദ് ഹൈക്കോടതിയുടെ മുന്നിൽ എത്താത്തത് അടക്കമുള്ള രേഖകൾ അടക്കമാണോ സുപ്രീം കോടതി ആവശ്യപ്പെടുന്നത്? ഈ 29 വാദം നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുമുള്ള രേഖകൾ കോടതിക്ക് മുന്നിൽ എത്തണം എന്നൊരാവശ്യം കോടതി തന്നെ മുന്നോട്ട് വച്ചിട്ടുമുണ്ട്. അത് ആനന്ദ്, എല്ലാ രേഖകളും കോടതിയുടെ മുമ്പാകെയുണ്ട്. ആ കോടതി മുമ്പാകെയുള്ള രേഖകളിൽ തന്നെ തർജ്ജമ ചെയ്യാനുള്ള ഒരാളെ നിശ്ചയിക്കുന്ന നടപടിയാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയുള്ള എല്ലാ രേഖകളും ഔദ്യോഗിക തർജ്ജമക്കാരെ നിയമിച്ചിരിക്കുന്നു. കാരണം എല്ലാ തരത്തിലുള്ള ഹർജികളും ഉണ്ട്. കോടതി 15 ഹർജികളും പുനഃപരിശോധനാ ഹർജികളും അലഹബാദ് ഹൈക്കോടതി ഉത്തരവിനെതിരെയുള്ള പുനഃപരിശോധനാ ഹർജികളും അതുപോലെ തന്നെ റിട്ടുമാണ് കോടതിയുടെ പരിഗണന. അതുകൊണ്ട് തന്നെ അതിന് വേണ്ട തർജ്ജമക്കാരെ നിയമിച്ചിരിക്കുകയാണ്. കാരണം ആ കേസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിഷയങ്ങളിലും ഒരു ഔദ്യോഗികമായി എല്ലാ രേഖകളും ഔദ്യോഗികമായി തർജ്ജമ ചെയ്യും എന്നൊരു നിലപാടാണ് സുപ്രീം കോടതി സ്വീകരിച്ചിരിക്കുന്നത്. അത് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയും ചെയ്തു. അതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ആനന്ദ്, വ്യക്തമാണ്. ഹരീഷാണ് ദില്ലിയിൽ നിന്ന് സുപ്രീം കോടതിയിൽ നിന്നുള്ള ഏറ്റവും നിർണായകമായ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അയോധ്യ കേസിൽ ഇന്ന് വിശദമായ വാദം കേൾക്കേണ്ടതില്ല എന്ന് ചീഫ് ജസ്റ്റിസ് നിരീക്ഷിച്ചിരിക്കുന്നു. പക്ഷേ അന്തിമവാദത്തിന്റെ തീയതിയും സമയവും നിശ്ചയിക്കുന്നു. ജനുവരി 29 ആ തീയതി നിർണായകമായി കോടതി തീരുമാനമെടുത്തിരിക്കുന്നു. ഈ ഘട്ടത്തിൽ സുപ്രീം കോടതി വളപ്പിൽ വൻ സുരക്ഷാ സന്നാഹമാണ് ഉണ്ടായിരുന്നത്. ഒപ്പം യു ലളിത് ഈ കേസ് കേൾക്കുന്നതിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. സ്വാഭാവികമായും 5-അംഗ ഭരണഘടനാ ബെഞ്ച് പുനർസംഘടിപ്പിക്കാൻ വേണ്ടിയും ചീഫ് ജസ്റ്റിസ് തീരുമാനമെടുത്തിരിക്കുന്നു. നേരത്തെ ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് ഈ കേസിൽ ഭരണഘടനാ ബെഞ്ച് വാദം കേൾക്കേണ്ട സാധ്യതകൾ ഇല്ല എന്ന നിരീക്ഷണം എടുത്തിരുന്നുവെങ്കിലും രഞ്ജൻ ഗൊഗോയ് ഇക്കാര്യത്തിൽ വളരെ നിർണായകവും ശക്തവുമായ തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അത് ചീഫ് ജസ്റ്റിസിന്റെ വിവേചനാധികാരമാണ്. ഭരണഘടനാ ബെഞ്ച് ഈ വാദം കേൾക്കുക തന്നെ ചെയ്യും എന്ന നിലയിൽ കൂടി കാര്യങ്ങൾ പോവുകയാണ്. ഇന്ത്യ രാഷ്ട്രീയമായി വളരെ അധികം മാനങ്ങളോടുകൂടി ഈ കേസിന്റെ വാദം കേൾക്കാൻ തയ്യാറെടുക്കുകയാണ് എന്ന നിലയിലാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഒരിടവേള. ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷക സമിതി ഇന്ന് ശബരിമല സന്ദർശിക്കും. മകരവിളക്കുത്സവത്തിന്റെ ക്രമീകരണങ്ങൾ മനസ്സിലാക്കുന്നതിന് കൂടിയാണ് സംഘത്തിന്റെ സന്ദർശനം. ഇതിനുശേഷം വിശദമായ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ഇപ്പോൾ രാജ്കുമാർ തത്സമയം ചേരുന്നുണ്ട്. രാജ്കുമാർ, എപ്പോഴാണ് ഈ സന്ദർശനം ഉണ്ടാവുക? ഒപ്പം അവസാനം അയ്യപ്പ ദർശനം നടത്തിയെന്ന മഞ്ജു സന്ദർശനം നടത്തിയെന്ന വാർത്തകൾ സ്ഥിരീകരിക്കുന്ന കാര്യങ്ങൾ കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? വിശദമായ വിവരങ്ങൾ എന്താണ്?
ജസ്റ്റിസുമാരായ PR രാമൻ, സിരിജഗൻ, DGP ഹേമചന്ദ്രൻ ഉൾപ്പെടുന്ന നിരീക്ഷക സമിതി അല്പസമയത്തിനകം നിലയ്ക്കൽ എത്തിച്ചേരും. നിലയ്ക്കൽ വെച്ചിട്ട് ഇവരുടെ നിരീക്ഷക സമിതിയുടെ യോഗം ചേരുന്നുണ്ട്. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള അവലോകന യോഗം നടക്കും. മകരവിളക്ക് സംബന്ധിച്ച് ഒരുക്കങ്ങളാണ് സമിതി വിലയിരുത്തുക. അതിനുശേഷം ഹൈക്കോടതിക്ക് സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. പിന്നീട് അവർ പമ്പയിലും തുടർന്ന് ശബരിമലയിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. യോഗം എന്നാൽ പ്രധാനമായി നടക്കുന്നത് നിലയ്ക്കൽ വെച്ചായിരിക്കും. ഇത് ഈ ശബരിമല മകരവിളക്ക് മകരജ്യോതി ദർശനത്തിന് വേണ്ടി ഏതൊക്കെ സ്ഥലങ്ങളാണ് അനുയോജ്യമെന്നുള്ളതായിരിക്കും നിരീക്ഷക സമിതി പ്രധാനമായും വിലയിരുത്തുന്നത്. മറ്റ് ഒരുക്കങ്ങൾ, സുരക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഉദ്യോഗസ്ഥർ വിശദീകരിക്കും. IG ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. രാജ്കുമാർ, അതായത് മഞ്ജു ഏറ്റവും ഒടുവിൽ സന്നിധാനത്ത് അയ്യപ്പ ദർശനം നടത്തി എന്നൊരു വാർത്ത കൂടി വന്നിരുന്നു. അതിന്റെ സ്ഥിരീകരണങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ടോ? രാജ്കുമാറുമായുള്ള ഫോൺ ബന്ധം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏതായാലും അല്പസമയത്തിനകം നിരീക്ഷക സമിതി ശബരിമലയിലെത്തും. മകരവിളക്കുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ വിലയിരുത്തി ഹൈക്കോടതിക്ക് നിരീക്ഷക സമിതി റിപ്പോർട്ട് സമർപ്പിക്കും എന്നതാണ് ഏറ്റവും പുതിയതായി സന്നിധാനത്ത് നിന്ന് പമ്പയിൽ നിന്ന് രാജ്കുമാർ നൽകുന്ന വിവരങ്ങൾ. ഒരിടവേള. മറ്റൊരു നിർണായക വാർത്ത കൂടി ഈ ഘട്ടത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് വരുന്നുണ്ട്. സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ നടൻ കൊല്ലം തുളസിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, കൊല്ലം തുളസി ഒരു പൊതുവേദിയിൽ സംസാരിച്ച വാക്കുകൾ വളരെയധികം കേരളം ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. വിശദാംശങ്ങൾ എന്താണ്? ആനന്ദ്, ശബരിമലയിൽ സംബന്ധിച്ച് സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെ കൊല്ലത്ത് സംഘപരിവാർ സംഘടന നടത്തിയ ഒരു പ്രതിഷേധ പരിപാടിയിലായിരുന്നു വിവാദ പ്രസംഗം കൊല്ലം തുളസി നടത്തിയത്. ശബരിമലയിലേക്ക് വരുന്ന സ്ത്രീകളെ രണ്ടായി വലിച്ചു കീറി ഒരു ഭാഗം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വലിച്ചെറിയണം, മറ്റൊരു ഭാഗം സുപ്രീം കോടതിയിലേക്കും വലിച്ചെറിയണം. വിധി പറഞ്ഞ 4 തുമ്പന്മാരറിയട്ടെ എന്താണ് ജനങ്ങളുടെ വികാരമെന്ന്, ഇങ്ങനെയായിരുന്നു അയാളുടെ പ്രസംഗം. ഇതിനെ തുടർന്ന് ചവറ DYFI ബ്ലോക്ക് പ്രസിഡന്റ് ചന്ദ്രൻ കൊല്ലം പോലീസിന് പരാതി കൊടുത്തു. അതിനെ തുടർന്ന് പോലീസ് കേസെടുത്തു. അയാൾ കൊല്ലം തുളസി കൊല്ലം സെഷൻസ് കോടതിയെ മുൻകൂർ ജാമ്യ ഹർജിയുമായി സമീപിച്ചു. പക്ഷേ ഇതിൽ മുൻകൂർ ജാമ്യം നൽകാനാവില്ല എന്നായിരുന്നു കൊല്ലം സെഷൻസ് കോടതിയുടെ വിധി. പ്രസംഗം കുറ്റകരമാണെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. ഇതിനെ തുടർന്നാണ് കൊല്ലം തുളസി ഹൈക്കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദമായ വാദം കേട്ടു. വാദം കേട്ട ശേഷം ആ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. മാത്രമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥർ മുമ്പാകെ ഹാജരാകണം എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെ നടത്തിയ പരാമർശം പൊതുജനങ്ങൾക്ക് തെറ്റായ സന്ദേശം നൽകുന്നതാണ് എന്ന് ഈ മുൻകൂർ ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ സാഹചര്യത്തിൽ കൊല്ലം തുളസിയെ വേണമെങ്കിൽ പോലീസിന് അറസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യമാണ്. ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥർ മുമ്പാകെ ഹാജരാകണം. അറസ്റ്റിന് യാതൊരു തടസ്സവുമില്ല. മുൻകൂർ ജാമ്യം കോടതി അംഗീകരിച്ചിട്ടില്ല. ആ സാഹചര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ മുമ്പാകെ ഹാജരാകുമ്പോൾ പോലീസിന് വേണമെങ്കിൽ ഇയാളെ അറസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതായത് സാലി, മുഖ്യമന്ത്രിക്ക് എതിരായ പരാമർശം തീർത്തും മാന്യമല്ലാത്തതാണെന്ന കാര്യത്തിൽ തർക്കമില്ല. എങ്കിലും രാഷ്ട്രീയമായ ഒരു കോണിൽ അതിന് മാറ്റം നിർത്താം. പക്ഷേ ഭരണഘടനാ ബെഞ്ചാണ് ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട നിർണായകമായ തീരുമാനമെടുത്തത്. അവർക്ക് മുന്നിലേക്കാണ് യുവതികളുടെ ഒരു ഭാഗം വലിച്ചു കീറി എറിഞ്ഞു കൊടുക്കാൻ വേണ്ടി കൊല്ലം തുളസി പറയുന്നത്. തീർത്തും ഹൈക്കോടതിക്ക് ഇതല്ലാതെ മറ്റൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല നിയമപരമായി എന്ന് തന്നെ കരുതണ്ടേ? ആനന്ദ്, തീർച്ചയായും പോലീസും കോടതികളും എല്ലാം പരിഗണിച്ചത് ഒന്നിലധികം കാര്യങ്ങളാണ്. ഒന്ന്, ആ പരാമർശത്തിൽ കൃത്യമായ സ്ത്രീവിരുദ്ധതയുണ്ട്. മറ്റൊന്ന്, സുപ്രീം കോടതി വിധിയെ ലംഘിക്കുന്ന അല്ലെങ്കിൽ ലംഘിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു ആഹ്വാനമാണ്, പരാമർശമാണത്. മറ്റൊന്ന്, സുപ്രീം കോടതി ജഡ്ജിമാരെ വിധി പറഞ്ഞ 4 ചുംബന്മാരറിയട്ടെ കേരളത്തിലെ ജനവികാരം എന്താണ് എന്ന് പറഞ്ഞതോടുകൂടി ഈ വ്യക്തിപരമായ ജഡ്ജിമാരെയും നീതിന്യായ വ്യവസ്ഥയും അപമാനിക്കുന്നു. മൂന്നാമത്, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് സ്ത്രീകളെ വലിച്ചു കീറി ഒരു ഭാഗം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വലിച്ചെറിയണം എന്ന് പറഞ്ഞതോടുകൂടി 3 ഭാഗങ്ങൾ, അയാളുടെ പ്രസംഗത്തിലെ 3 ഭാഗങ്ങളും കൃത്യമായി നിയമവിരുദ്ധമാണ്, സ്ത്രീവിരുദ്ധമാണ്, നീതിന്യായ വ്യവസ്ഥയെ അവഹേളിക്കുന്നതാണ്, മുഖ്യമന്ത്രിയെ അപമാനിക്കുന്നതാണ്. ഈ സാഹചര്യത്തിൽ പോലീസ് കേസെടുത്തു. ഗുരുതരമായ വകുപ്പിട്ട് തന്നെയാണ് കേസെടുത്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൊല്ലം തുളസി സെഷൻസ് കോടതിയെയും ഹൈക്കോടതിയെയും സമീപിച്ചത്. കൊല്ലം സെഷൻസ് കോടതി ഈ കാര്യത്തിൽ കേസ് നിലനിൽക്കുന്നതാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ്, ഈ പ്രസംഗം കുറ്റകരമാണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ് കൊല്ലം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. അതിനെ തുടർന്നാണ് ഹൈക്കോടതിയിൽ വന്നത്. ഇപ്പോൾ ഹൈക്കോടതിയും കടുത്ത പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നു.
ഇത് പൊതുജനങ്ങൾക്ക് തെറ്റായ സന്ദേശം നൽകുന്നതാണ് കൊല്ലം തുളസിയുടെ പ്രസംഗം. അതുകൊണ്ട് മുൻകൂർ ജാമ്യം നൽകാനാവില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ മുമ്പാകെ ഹാജരാകുക, അവരെന്ത് തീരുമാനിക്കുന്നുവോ അതിനനുസരിച്ച് നിയമ നടപടികൾ മുന്നോട്ട് പോകട്ടെ എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളവും സംഘപരിവാറിന് വേണ്ടി ഇത്തരം പ്രസംഗങ്ങൾ നടത്തുന്ന എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഹൈക്കോടതി വിധി എന്ന കാര്യത്തിൽ സംശയമില്ല. സാലി, ഇക്കാര്യത്തിൽ കൊല്ലം തുളസിയുടെ അഭിപ്രായം അല്ലെങ്കിൽ പ്രതികരണം നമ്മളും ഈ പരാമർശമുണ്ടായ അടുത്ത ഘട്ടത്തിൽ തന്നെ നോക്കിയിരുന്നു. അപ്പോൾ നമ്മളോട് പറഞ്ഞത് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാണെന്ന നിലയിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഏത് നിലയിലാണ് ഇദ്ദേഹത്തിന്റെ ഈ ജാമ്യാപേക്ഷ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വാദങ്ങൾ നടന്നത്? അറിവില്ലായ്മ കൊണ്ടോ വൈകാരിക പ്രകടനം കൊണ്ടോ സംഭവിച്ചു പോയതാണ്, അതുകൊണ്ട് മുൻകൂർ ജാമ്യം നൽകണം എന്ന നിലയിലൊക്കെ ആയിരുന്നു. ആ വിശദാംശം നമുക്ക് ലഭിക്കുന്നുണ്ടോ? ബോധപൂർവം ആരെങ്കിലും അപമാനിക്കണമെന്നോ നീതിന്യായ വ്യവസ്ഥയെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി നടത്തിയ പ്രസംഗമല്ല എന്നാണ് അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ താൻ പ്രസംഗിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താതെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും പ്രസംഗിച്ചില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം അതിന്റെ വിഷ്വൽ ക്ലിപ്പുകൾ അടക്കം പോലീസിന്റെ കൈവശമുണ്ട്. പരാതിക്കാരൻ ഈ വിഷ്വൽ ക്ലിപ്പുകൾ അടക്കമാണ് പോലീസിന് പരാതി നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത് എന്ന് ഈ കേസ് വാദത്തിന്റെ സർക്കാരിന്റെ അഭിഭാഷകൻ, പോലീസിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ താൻ അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല എന്ന വാദം അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല. പക്ഷെ പ്രസംഗിച്ചില്ല എന്ന് പറഞ്ഞാൽ നിലനിൽക്കില്ല എന്ന് തന്നെ വ്യക്തമാണ്. ആ സാഹചര്യത്തിൽ തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ച വാദം ബോധപൂർവം ആരെങ്കിലും അപമാനിക്കാനോ നീതിന്യായ വ്യവസ്ഥയെ അവഹേളിക്കാനോ മുഖ്യമന്ത്രിയോ സ്ത്രീത്വത്തെ അപമാനിക്കാനോ ഒന്നും ഞാൻ ചെയ്തതല്ല, അപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ പ്രസംഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ തുടങ്ങിയ വാദങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷെ ഒരു കാരണവശാലും അത് കോടതി അംഗീകരിച്ചിട്ടില്ല. കോടതി പറഞ്ഞത് ഏത് സാഹചര്യത്തിൽ പറഞ്ഞാലും എന്തർത്ഥത്തിൽ പറഞ്ഞാലും സുപ്രീം കോടതി വിധി വന്നതിനെ തുടർന്ന് തൊട്ടടുത്ത് നടത്തുന്ന ഇത്തരം പൊതുവേദികൾ നടത്തുന്ന പരാമർശങ്ങൾ അത് പൊതുജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകും. അത് തെറ്റായ ഒരു സന്ദേശമാണ് സമൂഹത്തിന് നൽകുക. അതുകൊണ്ട് മുൻകൂർ ജാമ്യം നൽകാനാവില്ല എന്ന് തന്നെ കോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുന്നു. ഇനി കൊല്ലം തുളസിയുടെ മുമ്പിൽ സുപ്രീം കോടതിയെ സമീപിക്കുകയോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ മുമ്പായി ഹാജരായി പോലീസ് നടത്തുന്ന തുടർ നിയമ നടപടികളുമായി സഹകരിക്കുക മാത്രമേ പോകാൻ വഴിയുള്ളൂ. അത് ഇനി എന്താണ് അദ്ദേഹം തീരുമാനിക്കുക എന്നുള്ളത് വരും മണിക്കൂറുകളിൽ തന്നെ വ്യക്തമാകുകയും ചെയ്യും. അതായത് മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ടുള്ള സാലി സൂചിപ്പിച്ചതുപോലുള്ള 3 കാരണങ്ങളും, അത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതുമായി ബന്ധപ്പെട്ട്, സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അസഭ്യം പറയുന്നതുമായി ബന്ധപ്പെട്ട്, മറ്റൊന്ന് കടുത്ത സ്ത്രീ വിരോധത്തിന്റെ അല്ലെങ്കിൽ അപഹാസ്യരാക്കുന്ന നിലയിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്. ഇക്കാര്യത്തിൽ പോലീസ് എടുക്കുന്ന നടപടികൾ ഇനി നിർണായകമല്ലേ? കാരണം ഹൈക്കോടതിയും ഇക്കാര്യത്തിൽ ഒരു തടസ്സവുമില്ല. നിയമപരമായി വളരെ കുറ്റകരമായ ഒരു പ്രസംഗമാണ് ഇദ്ദേഹം പൊതുസമൂഹത്തിന് മുന്നിൽ നടത്തിയിരിക്കുന്നത് എന്ന സ്ഥിരീകരണവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. പോലീസിന്റെ നടപടിയെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ സാലി? പോലീസ് ഇക്കാര്യത്തിൽ, കൊല്ലം പോലീസാണ് ഇക്കാര്യത്തിൽ ഒരു തുടർ നടപടി സ്വീകരിക്കേണ്ടത്. സ്വാഭാവികമായും ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമായ സ്ത്രീവിരുദ്ധതയും നീതിന്യായ വ്യവസ്ഥയെ അവഹേളിക്കുന്നതും ആയ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈ പ്രസംഗം എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ഗുരുതരമായ വകുപ്പുകളിട്ട് തന്നെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായും പോലീസിന് മുമ്പിൽ ഇനിയുള്ള പോംവഴി ഒന്നുകിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ മുമ്പായി ഹാജരാകുമ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ എവിടെയാണോ കൊല്ലം തുളസിയുള്ളത് അവിടെ ചെന്ന് അറസ്റ്റ് രേഖപ്പെടുത്താം. ഏത് തീയതിക്ക് മുമ്പിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ മുമ്പായി ഹാജരാകണം എന്ന് കോടതി വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ ശരി സാലി, ഏതായാലും ദയവായി ഞങ്ങളോടൊപ്പം ഈ ഘട്ടത്തിൽ തുടരുക. നിയമപരമായി പൊതുസമൂഹത്തിന് നല്ല സന്ദേശം നൽകുന്ന നിലയിലുള്ള ഒരു തീരുമാനം കൂടിയാണ് ഹൈക്കോടതി ഈ ഘട്ടത്തിൽ എടുത്തത് എന്ന് വേണം നമുക്ക് വാർത്തകളിലൂടെ വിലയിരുത്താൻ കഴിയുക.